ഇതെന്താ സൂര്യൻ നോക്കട്ടെ പൊട്ടുവന്ന്. എന്നെ ഒരു വെടിക്കെട്ട് ഇത് കാവശ്ശേരി തൂക്കി ആശാനെ. അതെ, പോയ വണ്ടികളാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല. പോണമെന്നുണ്ടായിരുന്നു, കാല് പണിതുകൊണ്ട് പോകാനൊത്തില്ല. നീ എന്താടാ നോക്കിക്കണേ? അവിടെ പോകാൻ പറ്റാത്തതിന്റെ ക്ഷീണേ നമുക്ക് ഇവിടെ തീർത്താലോ? അവനെന്താ വിഷുവിന് വെടിക്കെട്ട് എടുത്താൻ പോണ്? അതെ, ഈ വർഷം നമുക്ക് അങ്ങ് തൂക്കിയാലോ? തൂക്കായി നിന്നെ വാഴക്കൊലയാണോ? തമാശ കാര്യത്തിലേക്ക് വേടാ. നീ എങ്ങനെ നോക്കുന്ന കാര്യം പറയും. നമുക്ക് തെങ്കാശിയിൽ നിന്ന് പടക്കം ഓർഡർ ചെയ്യാം പാഴ്സലായിട്ട്. അതാവുമ്പോ ഇവിടെ വാങ്ങണൊക്കെ ഇരട്ടി മേടിക്കാം. തെങ്കാശിന്നോ തമിഴ്നാട്ടിൽ എവിടെ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തണുത്തളിഞ്ഞ വിഷു ആകാണ്ടിരുന്നാ മതി. അതെന്താടാ വിഷു മൂന്നാറിന് ടൂർ പോയത്? കഴിഞ്ഞ വിഷുവിന് എന്താ പറ്റിയേ? ഒന്നും പറയണ്ട, കഴിഞ്ഞ വർഷം ഒരു കൃഷ്ണവിഗ്രഹം വൃത്തിയാക്കാൻ ഒരുത്തിന് ഏൽപ്പിച്ചതാ. അവനത് കുളിപ്പിച്ച് കൊച്ചിലുണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ആക്കി. പിന്നെ അവസാനം അതുകൊണ്ട് ചന്ദനം തടേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, ഞാൻ ഏതെങ്കിലും ബുക്ക് ചെയ്തേക്കട്ടെ. ബുക്ക് ചെയ്തിട്ടുണ്ടേ. കൊടക്ക് വിഷുവിന് അങ്ങനെ കിട്ടുവോ? പിന്നെ 14-ാം തീയതി വൈകിട്ട് സാധനം എത്തും. ഈ പ്രാവശ്യം പിന്നെ അടിപൊളി. എന്നാ അതൊക്കെ ഫിനിഷ് ചെയ്. അതെ, അങ്ങനെ കഴിക്കാൻ ഇതെടുത്തില്ലല്ലോ. എടാ വേണ്ടോ വന്നടാ, ഇത് നമ്മളെ സംഭവത്തിട്ടുണ്ട്. എന്താണ് പടക്കൊക്കെ ഈ വെറൈറ്റി ബോക്സിലാക്കിയോ? ഇതെന്തോ ചൈനയുടെ പുതിയ മോഡൽ പടക്കോ? അത് ചിലപ്പോ മോളിൽ പോയി വിരിയാവുന്ന സാധനമല്ലായിരിക്കും. പിള്ളേര് പണ്ട് പിള്ളേരെ കളി കാണിച്ച പോലെ ആയല്ലോ ദൈവമേ. കോപ്പ് അഡ്രസ് ഒന്ന് നോക്കിയേ. എടാ ഇത് ജമനി അല്ല, ജെ മിനി പുത്തമ്പറമ്പിൽ നിന്നാ. പണി പാളി. എടാ മിനിയുടെ ഫോൺ നമ്പർ ഉണ്ടോ നോക്കിയേ. പടക്കം മാറി മൂഞ്ചിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു ഒലിപ്പീര് എന്തൊക്കെ പുകരായിരുന്നു. അമിട്ട് കൊട വടി. നമ്മുടെ ഇത്തവണത്തെ വിഷു ചക്രം ചെയ്യണ പോട്ടെ, നമുക്ക് പറഞ്ഞ അടിക്കാം, അല്ലെങ്കിൽ അവനതങ്ങ് തീർക്കും. കാറ്റുപോയ സൈക്കിൾ പോലെയായി സമയം പോയി, കാശും പോയി, ആകെ മൊത്തം സീനായി. ചീറ്റിപ്പോയ പടക്കം പോലെ, പാളിപ്പോയ ഗുണ്ടു പോലെ, ആകെ മൂഞ്ചി, ആകെ മൊത്തം മൂഞ്ചി, ആകെ മൊത്തം സീനായി. വല്ലാത്ത ഒരു ഐഡിയ ആയിപ്പോയി.